ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 3 എക്സസൈസ് സെറ്റ് 3.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റെപ്രസെൻറ്റ് ദ റാഷണൽ നമ്പേഴ്സ് 2/3, -5/4 ആൻഡ് 1/2 ഓൺ എ സിംഗിൾ നമ്പർ ലൈൻ. അപ്പോൾ സിംഗിൾ നമ്പർ ലൈനിൽ ഈ ഓരോ റാഷണൽ നമ്പേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം റാഷണൽ നമ്പേഴ്സിനെ എങ്ങനെയാണ് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ എക്സസൈസ് കാണുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഈസ് 2/3. ഇവിടെ നോക്കിയേ 2/3യുടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ സ്മോളർ ആണ്. അതുകൊണ്ട് ഈ നമ്പർ എവിടെയായിരിക്കും ലൈ ചെയ്യുന്നത്? 0യ്ക്കും 1നും ബിറ്റ്വീൻ ആയിരിക്കും. 0യുടെ റൈറ്റ് സൈഡിലായിരിക്കും. കാരണം ഈ നമ്പർ റാഷണൽ നമ്പർ പോസിറ്റീവ് ആണ് അല്ലേ. അതുകൊണ്ട് 0യുടെയും 1ൻ്റെയും ബിറ്റ്വീനാണ്. 0യുടെ റൈറ്റ് സൈഡിലായിരിക്കും ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ 0 മാർക്ക് ചെയ്യുന്നു. ലെഫ്റ്റിലോട്ട് -1, റൈറ്റിലോട്ട് +1. ഇനി നമ്മൾ ഈ 0യെയും 1നെയും എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഇവിടെ 3 ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾ സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് കറക്റ്റ് മെഷർമെൻറ്റിൽ എടുക്കുക. എനിക്കിവിടെ സ്കെയിലില്ലാത്തത് കൊണ്ട് ഞാൻ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇനി നമ്മൾ ഈ 0യിൽ നിന്ന് എത്ര പാർട്സ് മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ന്യൂമറേറ്റർ ആണ്. ന്യൂമറേറ്റർ ഈസ് 2. അതുകൊണ്ട് നമ്മൾ 1, 2 ദാ ഇവിടെ വരും. ഇതാണ് 2/3. അപ്പോൾ നമുക്ക് നോക്കാം. 0 കഴിഞ്ഞ് ഇത് 1/3, ഇത് 2/3, ഇത് 3/3. 3/3 ഈസ് 1. അപ്പോൾ 2/3 എന്ന് പറയുന്നത് ഇതാണ്. ഈ പോയിൻ്റ് ആണ് നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടേക്ക് വരുമ്പോൾ -1/3, -2/3, -3/3 ഈസ് 1. ഇനി അടുത്തത് -5/4. -5/4 എഴുതുമ്പോൾ 5 ഈസ് ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ ഇത് എവിടെയായിരിക്കും? 0യ്ക്കും 1നും ഇടയിലല്ല. നെഗറ്റീവ് നമ്പറാണ്. അതുകൊണ്ട് 0യുടെ ലെഫ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 5 / 4 ചെയ്ത് നോക്കുക. 1, 4, റിമൈൻഡർ ഈസ് 1. അപ്പോൾ എന്ത് കിട്ടി? 1/4 എന്ന് കിട്ടി. അപ്പോൾ നെഗറ്റീവ് ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ 0 മാർക്ക് ചെയ്യുക. ഇവിടേക്ക് -1, ഇവിടേക്ക് +1. അപ്പോൾ എത്ര പാർട്സ് മൂവ് ചെയ്യണം? എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം? 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്. 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി എത്ര പാർട്സ് അപ്പോൾ എവിടെയാണ് ലൈ ചെയ്യുന്നത്? -1 1/4 ആണല്ലേ. അപ്പോൾ -1നും -2നും ഇടയിലായിരിക്കും ഇത് ലൈ ചെയ്യുന്നത്. അപ്പോൾ -2ഉം കൂടെ ഇവിടെ മാർക്ക് ചെയ്യുക. 1 2 3 4. ഓക്കെ. ഇനി ഈ -1 കഴിഞ്ഞിട്ട് എത്ര പാർട്സ് മൂവ് ചെയ്യണം? ന്യൂമറേറ്റർ ആണ് തീരുമാനിക്കുന്നത്. 1 ദാ ഇവിടെ വരും. ഓക്കെ. ഇവിടെയാണ് നമ്മുടെ -5/4 വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് -1/4, -2/4, -3/4, -4/4 ഈസ് -1. അടുത്തത് -5/4 കണ്ടോ? -6/4, -7/4, -8/4 ഈസ് -2. ഇവിടെ വരുമ്പോൾ +1/4, 2/4, 3/4, 4/4 ഇങ്ങനെ വരും. ഓക്കെ. ഇനി അടുത്തത് 1/2. അപ്പോൾ ഇത് നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 1നും 2നും ഇടയിലായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ 0 മാർക്ക് ചെയ്യുന്നു. ഇത് 1, ഇത് -1, ഇത് 2, ഇവിടേക്ക് -2 ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇനി എത്ര പാർട്സ് ആയിട്ട് ഇതിനെ ഇത് ചെയ്യണം? 1/2 ആണ്. ഡിനോമിനേറ്റർ ഈസ് 2. അതുകൊണ്ട് 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓരോ യൂണിറ്റിനെയും 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1നും 2നും ഇടയിലാണ്. അപ്പോൾ 1/2 എവിടെ വരും? ദാ ഇവിടെ വരും. 1/2. 1/2 എന്ന് പറയുന്നത് എന്താണ്? 2 × 1 2, 2 + 1 3. 3/2 ആണ് 1/2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് 0, 1/2, 2/2 ഈസ് 1, 3/2 ഈസ് 1/2. കണ്ടോ? ഇവിടെ നിങ്ങൾ അതേപോലെ തന്നെ -1/2, -2/2, ഇത് -3/2 ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് റാഷണൽ നമ്പേഴ്സ് നമ്പർ ലൈനിൽ
റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് 3 ഡിസ്റ്റിങ്ക്റ്റ് റാഷണൽ നമ്പേഴ്സ് ദാറ്റ് ലൈ സ്ട്രിക്ട്ലി ബിറ്റ്വീൻ -1/2 ആൻഡ് 1/4. അപ്പോൾ -1/2നും 1/4നും ബിറ്റ്വീനുള്ള 3 ഡിസ്റ്റിങ്ക്റ്റ് റാഷണൽ നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 2 റാഷണൽ നമ്പേഴ്സിൻ്റെയും ഇടയ്ക്കുള്ള റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണേ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ എഴുതിയാലേ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ നമ്മൾ ആദ്യം കൺവേർട്ടിംഗ് ദ ഗിവൺ നമ്പേഴ്സ് ടു എ കോമൺ ഡിനോമിനേറ്റർ. അപ്പോൾ ഇവിടെ കോമൺ ഡിനോമിനേറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 2ൻ്റെയും 4ൻ്റെയും LCM കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ LCM ഓഫ് 2 and 4 എന്ത് വരും? 2ൻ്റെ മൾട്ടിപ്പിളാണ് 4, സോ 4 ഈസ് ദി LCM. ഇനി നമ്മൾ -1/2ൻ്റെ ഡിനോമിനേറ്റർ എന്താക്കി മാറ്റണം? 4 ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് ചെയ്യുന്നു, അപ്പോൾ -2/4. അടുത്തത് 1/4ൻ്റെത് ഡിനോമിനേറ്റർ 4 തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ -2/4ഉം 1/4ഉം ഇതിൻ്റെ രണ്ടിൻ്റെയും ബിറ്റ്വീൻ 3 ഡിസ്റ്റിങ്ക്റ്റ് റാഷണൽ നമ്പേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നോക്കിയേ, -1/4 0 2 വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഈ 2 അടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഞാൻ -2/4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -4/8, 1/4നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ 2/8. ഇപ്പോൾ നമ്മുടെ നമ്പേഴ്സ് എന്തൊക്കെയായി? -4/8ഉം 2/8ഉം. അപ്പോൾ നിങ്ങൾ LCM കണ്ടിട്ട് ഡിനോമിനേറ്റർ ഒരേപോലെ ആക്കിയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന അത്രയും റാഷണൽ നമ്പേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ 2 റാഷണൽ നമ്പേഴ്സിനെ സെയിം നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ -4/8ഉം 2/8ഉമായി ഇതിൻ്റെ ബിറ്റ്വീൻ എന്തുണ്ട്? 3 റാഷണൽ നമ്പേഴ്സ് നമുക്ക് എഴുതാൻ സാധിക്കും. സോ ദ റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ -4/8 ആൻഡ് 2/8, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് ഇത് ഈ -4/8ഉം 2/8ഉം -1/2നും 1/4നും ഈക്വലൻ്റ് ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സാണ്. ഓക്കെ, ആർ എന്തൊക്കെ വരും? -3/8 എഴുതാം, -2/8 എഴുതാം, -1/8 എഴുതാം, ഇനി നമുക്ക് എഴുതാം 0 എഴുതാം, 1/8 എഴുതാം അല്ലേ. 2 കൂടെ 5 നമുക്കിതിൻ്റെ ബിറ്റ്വീനുള്ള റാഷണൽ നമ്പേഴ്സ് കിട്ടും. നമ്മളോട് 3 ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ 3 ഇവിടെ എഴുതി. ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ ദി എക്സ്പ്രഷൻ -1/4 + 5/12. ഈ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നുകൂടെ എടുത്തെഴുതുക, -1/4 + 5/12. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരണം, അതുകൊണ്ട് ഇവിടെ ഡിഫറൻ്റ് ആണ്. നമ്മൾ ഇതിൻ്റെ LCM എടുക്കുന്നു. LCM ഓഫ് 4 and 12 is equal to 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് 12, സോ 12 ഈസ് ദി LCM. ഇനി നമ്മൾ എന്ത് ചെയ്യണം? -1/4ൻ്റെ ഡിനോമിനേറ്റർ 12 ആക്കി മാറ്റണം. അതിന് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ -3/12. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഏതൊക്കെ വെച്ചിട്ടാണ്? -3/12ഉം 5/12ഉം കൂടാണ് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ -3/12, -1/4ന് ഈക്വലൻ്റ് ആയിട്ടുള്ള റാഷണൽ നമ്പറാണ് -3/12 + 5/12. ഇപ്പോൾ ഡിനോമിനേറ്റർ കോമൺ ആയി, അതുകൊണ്ട് ഡിനോമിനേറ്റർ അതേപോലെ എഴുതുന്നു, ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുന്നു. -3 + 5 ഈസ് 2, 2/12. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 1/6 എന്ന് കിട്ടും. A tailor has 15 3/4 meters of fine silk. If making one kurta requires 2 1/4 meters of silk, exactly how many kurtas can he make? അപ്പോൾ ഒരു ടൈലറിൻ്റെ കയ്യിൽ 15 3/4 മീറ്റേഴ്സ് ഓഫ് സിൽക്ക് ഉണ്ട്. ഒരു കുർത്ത ഉണ്ടാക്കാൻ വേണ്ടി 2 1/4 മീറ്റർ ഓഫ് സിൽക്കാണ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ടൈലറിൻ്റെ കയ്യിലുള്ള ഈ ക്ലോത്ത് കൊണ്ട് അദ്ദേഹത്തിന് എത്ര കുർത്താസ് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. സിമ്പിളാണല്ലേ? എന്ത് ചെയ്താൽ മതി?
എന്ത് ചെയ്താൽ മതി? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് 15 3/4 മീറ്റേഴ്സ് ക്ലോത്താണ്. അതിനെ 2 1/4 മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കുർത്താസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ടോട്ടൽ സിൽക്ക് ഈസ് ഈക്വൽ ടു എത്രയാണ്? 15 3/4. മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് നമ്മുടെ നമ്പർ ഉള്ളത്. അപ്പോൾ നമ്മളതിനെ എന്താക്കി മാറ്റണം? ഇംപ്രോപ്പറാക്കി മാറ്റണം. എങ്ങനെയാണ് മാറ്റുന്നത്? 15 × 4. 15 × 4 ഈസ് 60. 60 + 3 63/4 എന്ന് കിട്ടി. അടുത്തത് സിൽക്ക് നീഡഡ് ഫോർ 1 കുർത്ത ഈസ് ഈക്വൽ ടു 2 1/4 മീറ്റേഴ്സ്. ഇതിനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കുന്നു. 4 × 2 8, 8 + 1 9, 9/4 എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്പർ ഓഫ് കുർത്താസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്പർ ഓഫ് കുർത്താസ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സിൽക്കിനെ 1 കുർത്തയുടെ സിൽക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ ഇവിടെ 2 റാഷണൽ നമ്പേഴ്സിൻ്റെ ഡിവിഷനാണ് വന്നിട്ടുള്ളത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വണ്ണിനെ അതേപോലെ എഴുതുന്നു, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു, സെക്കൻഡ് വണ്ണിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. ഇവിടെ നമുക്ക് 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം, 9ഉം 63ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. 63 / 9 7. ഇവിടെ 1 വരുന്നു. 7/1 that is 7. Therefore he can make exactly 7 kurtas. Therefore he can make exactly 7 kurtas. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 5th ക്വസ്റ്റ്യൻ, ഫൈൻഡ് 3 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3.1415 ആൻഡ് 3.1416. അപ്പോൾ ഇതിൻ്റെ ബിറ്റ്വീനുള്ള 3 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കണേന്ന് നോക്കിയേ. 1415 കഴിഞ്ഞിട്ട് ഇവിടെ 1416 ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ബിറ്റ്വീനുള്ള 3 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഡെസിമൽ പ്ലേസും കൂടെ കൂടുതൽ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ 3.1415നെ 3.1415 ഒരു 0യും കൂടെ ആഡ് ചെയ്യുന്നു. 3.1416ന് പകരം ഞാനിതിനെ 160 എന്ന് എഴുതുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിയേ 50ഉം 60ഉമായി. ഇനി നമുക്കിതിന് ഇടയിലുള്ള ഏതെങ്കിലും 3 റാഷണൽ നമ്പേഴ്സ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. 3 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3.14150 and 3.14160 are എന്തൊക്കെ എഴുതാം? 3.14151, 3.14152, 3.14153. ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് എവിടെ വരെ എഴുതാം? 14159 വരെ എഴുതാം. നമ്മളോട് 3 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ 3 എണ്ണം എഴുതിയാൽ മതിയാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ യു തിങ്ക് ഓഫ് അതർ വേസ് ടു ഫൈൻഡ് എ റാഷണൽ നമ്പർ ബിറ്റ്വീൻ എനി 2 റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ 2 റാഷണൽ നമ്പേഴ്സിൻ്റെ ബിറ്റ്വീനുള്ള റാഷണൽ നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഏതെങ്കിലും മറ്റ് വഴികളുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ് എന്ന് പറയാം. യെസ്, there are other ways. മെത്തേഡ് 1 എന്ന് പറയുന്നത് എന്താ? മെത്തേഡ് 1 എന്ന് പറയുന്നത് എയും ബിയും 2 റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ നമുക്ക് ബിറ്റ്വീനുള്ള റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ നമ്പേഴ്സിന് പകരം എയും ബിയും എടുക്കുന്നു. If A and B are 2 റാഷണൽ നമ്പേഴ്സ്, then എന്ത് ചെയ്യാം? എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ബിറ്റ്വീനുള്ള റാഷണൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ A + B/2 ഈസ് എ റാഷണൽ നമ്പർ ലൈയിങ് ബിറ്റ്വീൻ ദം. ഇനി അടുത്തത് മെത്തേഡ് 2. മെത്തേഡ് 2 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ 2 നമ്പേഴ്സിൻ്റെ ബിറ്റ്വീനുള്ള റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് പുതിയതായിട്ട് കിട്ടിയ റാഷണൽ നമ്പേഴ്സും ഒരു നമ്പറും എടുത്തിട്ട്
എന്ത് ചെയ്യുന്നു, ആദ്യത്തെ നമ്പറോ രണ്ടാമത്തെ നമ്പറോ എടുത്തിട്ട് അതിൻ്റെ ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ പുതിയതായിട്ട് കിട്ടുന്ന നമ്പേഴ്സിൻ്റെ ബിറ്റ്വീനുള്ള റാഷണൽ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിച്ചും ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വൺസ് വി ഫൈൻഡ് one number between A and B, we can again find the mean between, ഇതിനെ A plus B by 2 എന്ന് പറയുന്നത് മീൻ അല്ലെങ്കിൽ ആവറേജ് ആണ് കേട്ടോ. മീൻ ബിറ്റ്വീൻ the new numbers to get more rational നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്നുള്ളതിന് ഞാൻ ഷോർട്ട് ഫോം ആണ് എഴുതുന്നത്, നിങ്ങൾ മൊത്തം എഴുതിക്കണം കേട്ടോ. ഇൻ ദിസ് വേ ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ക്യാൻ ബി ഫൗണ്ട് ബിറ്റ്വീൻ എനി ടു റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് നമ്പേഴ്സിൻ്റെ ബിറ്റ്വീനുള്ള റാഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ A plus B by 2 ഉപയോഗിച്ച് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതിയ ഒരു റാഷണൽ നമ്പർ കിട്ടും. ആ റാഷണൽ നമ്പറും നമ്മുടെ ആദ്യമുള്ള റാഷണൽ നമ്പറും അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിലുള്ളത് നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ എക്സസൈസ് സെറ്റ് 3.4 കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.